ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ കുറച്ച് ദിവസമായി വീഡിയോ ഇട്ടിട്ട് നമ്മുടെ ഈ ഒരു ചാനലിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എന്നെപ്പോലുള്ള ഒരുപാട് വീട്ടമ്മമാർക്ക് എന്തെങ്കിലും സ്ഥിരമായിട്ടൊരു വരുമാനം ഉണ്ടാക്കാൻ സാധിക്കണം. ഒരാൾക്കെങ്കിലും നമ്മൾ കാരണം ഒരു വരുമാനം ഉണ്ടാവണം, സ്ഥിരമായിട്ടൊരു വരുമാനം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഏണിങ്സ് ഉണ്ടാവണം എന്നൊരു ആഗ്രഹത്തോടു കൂടിയാണ് ഞാൻ ഈ ഒരു ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എനിക്ക് ഇതിൽ വീഡിയോസ് ഇടാതിരിക്കുമ്പോൾ മനസ്സിനൊരു വിഷമമാണ് കേട്ടോ. നമ്മളെ കൊണ്ട് പറ്റുന്ന ഒരു ഹെൽപ്പ്, ഒരു ടിപ്സ് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റാന്ന് പറയുന്നത് വലിയൊരു കാര്യമല്ല. അപ്പം എനിക്ക് കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ വരുമ്പോൾ അയ്യോ എനിക്ക് ഈ ഒരു കാര്യം നിങ്ങളോട് പറയാൻ പറ്റിയില്ലല്ലോ, അങ്ങനെ ഒരു വിഷമമാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും മുഴുവനായിട്ട് കാണാം. നമുക്ക് £1 പോലും മുതൽ മുടക്കില്ലാതെ ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ഏതൊരു വീട്ടമ്മയ്ക്കും ഞാൻ 100% സിൻസിയർ ആയിട്ടാണ് പറയണത്. നമുക്ക് £1 പോലും ഇൻവെസ്റ്റ്മെന്റ് ഇല്ല. പിന്നെ നമുക്ക് അയ്യുതൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. ചില വീഡിയോസും ചില ബിസിനസ് ഐഡിയാസ് ഒക്കെ കാണുമ്പോൾ നമ്മൾ തന്നെ പറയും ഇതൊക്കെ എന്നെ കൊണ്ട് നടക്കില്ല. ഇത് അത് ശരിയാണ്. ചില കാര്യങ്ങളൊക്കെ വലിയ വലിയ കാര്യങ്ങളും ഒരുപാട് ഇൻവെസ്റ്റ്മെന്റ് ഒക്കെ പറയുമ്പോൾ ഞാൻ വിചാരിക്കാറുണ്ട് ഇതൊന്നും എന്നെ കൂടെ നടക്കില്ല. പക്ഷെ അത് ശരിയാണ്, നമ്മളെ കൂടെ നടക്കില്ല. നടക്കാത്ത കാര്യങ്ങൾ നമ്മൾ വെറുതെ കേട്ട് സമയം കളഞ്ഞിട്ട് കാര്യമല്ലോ. പക്ഷെ ഇത് സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ഏതൊരു വീട്ടമ്മയ്ക്കും £1 പോലും മുതൽ മുടക്കില്ലാതെ ചെയ്ത് വിജയിപ്പിക്കാൻ പറ്റുന്ന ഒരു ബിസിനസ് എന്നൊന്നും പറയണില്ല. നമുക്ക് ക്യാഷ് ഉണ്ടാക്കാം കയ്യിൽ. ഇപ്പം നമ്മുടെ പിള്ളേർക്ക് ഡ്രസ്സ് വാങ്ങിക്കൊടുക്കണമെങ്കിൽ, ഇപ്പോൾ ക്രിസ്മസ് ഒക്കെ ആയാലും പിള്ളേർക്ക് ഒരു കേക്ക് വാങ്ങണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു ക്രിസ്മസ് ഗിഫ്റ്റ്, ഒരു ₹50 ഒരു ക്രിസ്മസ് ഫ്രണ്ടിന് ഗിഫ്റ്റ് കൊടുക്കണതിന് ലേറ്റ് കഥന, അങ്ങനെ ഗിഫ്റ്റ് ഐറ്റംസ് ഒക്കെ ആണെന്നുണ്ടെങ്കിലും. അപ്പം ചില വീട്ടന്മാർക്കൊക്കെ ഇപ്പം ഹസ്ബൻഡിന് ഒരുപാട് പൈസ ഉള്ളവർ, അല്ലെങ്കിൽ ഇപ്പം നമുക്ക് ഒരുപാട് പോക്കറ്റ് മണി തരാൻ വേണ്ടി ഹസ്ബൻഡോ അല്ലെങ്കിൽ നമ്മുടെ അച്ഛനോ ബ്രദറോ ഒക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഈ ₹50 നിസ്സാര പൈസ ഇല്ലെന്ന് വിചാരിക്കും. പക്ഷെ അതൊരു വിഭാഗം ആളുകൾ. വേറൊരു വിഭാഗം ആളുകൾ ₹50 പോയിട്ട് ₹10 പോലും സ്വന്തമായിട്ട് നമുക്ക് ഇല്ലാത്തൊരവസ്ഥയിൽ ജീവിക്കുന്നവരുണ്ടാവും. ആ ₹10 പോലും നമ്മുടെ കയ്യിൽ ഇല്ലാതെ അതിന് പോലും പ്രയാസപ്പെടുന്ന വീട്ടമ്മമാരുണ്ടാവും. പറയുമ്പോൾ നമ്മുടെ ഹസ്ബൻഡിന് നല്ല ജോലി ഉണ്ടാവും, പക്ഷെ എന്നാലും നമ്മുടെ കാര്യങ്ങൾക്ക് വേണ്ടി മറ്റുള്ളവർ മുന്നിൽ കൈ നീട്ടാൻ അതൊരു വിഷമമാണ് അല്ലേ. അപ്പം അങ്ങനെയുള്ളവർക്ക് പറ്റില്ല നല്ലൊരു ടിപ്പായിട്ടാണ് വന്നിട്ട് നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. നമ്മുടെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് വീട്ടന്മാർ നല്ല ഭംഗിയിൽ പ്ലേറ്റൊക്കെ ഇട്ടിട്ട് സാരി ഉടുക്കുന്ന വീട്ടന്മാരുണ്ടാവില്ലേ. അപ്പം നമ്മൾ ഒരുങ്ങി പോകുമ്പോൾ തന്നെ പലരും പറയും നല്ല ഭംഗിയുണ്ടല്ലോ സാരി ഉടുത്തേക്കണ കാണാൻ. അപ്പം അങ്ങനെയൊക്കെ കേൾക്കുന്നവരുണ്ടാവില്ലേ നിങ്ങൾ. അപ്പോൾ നമുക്കിതൊരു ബിസിനസ് മാർഗമാക്കി മാറ്റിയാലോ. നമുക്ക് ഒരു സാരി എടുത്തിട്ട് ആ സാരിക്ക് നന്നായി ഫ്ലീറ്റ് ഇട്ടിട്ട് നമ്മൾ പിന്ന് കുത്തി തേച്ച് മടക്കി കൊടുക്കുക. അപ്പം എന്നിട്ട് നമുക്കതിനൊരു നമ്മുടെ വർക്കിന് നമ്മളാണ് എത്ര രൂപ വാങ്ങണമെന്ന് നിശ്ചയിക്കുന്നത്. ഒരു നിശ്ചിത തുക നമുക്കത് നമ്മൾ ഏകദേശം നോക്കിയിട്ട് നമ്മളതിന് ചിലവാക്കണ ടൈമും അങ്ങനെ കാര്യങ്ങളൊക്കെ നമ്മുടെ കസ്റ്റമറൊക്കെ നോക്കിയിട്ട് നമ്മളതിനൊരു പൈസ വാങ്ങാം. ഇത് പറയുമ്പോൾ പലതായിരിക്കും ഇതൊക്കെ സ്വയം എല്ലാവരും ചെയ്യണ കാര്യമില്ലെന്ന്. പക്ഷേ അങ്ങനെയല്ല, നല്ല മാർക്കറ്റിംഗ് ഉള്ളൊരു ബിസിനസ് എന്ന് വേണമെങ്കിൽ പറയാം, ഒരു ഐഡിയ ആണത്. കാരണം ഇപ്പം ഞാൻ അങ്ങനെ നിങ്ങൾക്കിപ്പോൾ എൻ്റെ വീഡിയോസൊക്കെ കണ്ടറിയാം. ഞാൻ ഈ ചുരിദാർ തന്നെയാണ് ഇടുക, അല്ലെങ്കിൽ നെയ്റ്റി ഇടും, അത് ചിലപ്പോൾ പാവാടയും ബ്ലൗസ് ഇടും. പക്ഷെ എനിക്ക് സാരി ഉടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ്, പക്ഷെ എനിക്ക് ഉടുക്കാൻ അറിയില്ല. പിന്നെ അതിന് നമുക്ക് മെനക്കെടാനുള്ള സമയമില്ല. അപ്പം എന്നെപ്പോലെ കുറേ ലേഡീസ് ഉണ്ടാവും സാരി ഉടുക്കണം, നല്ല ഭംഗിയിൽ ഉടുക്കണം എന്ന് ആഗ്രഹമുള്ള. പക്ഷെ അവർക്ക് ഉടുക്കാൻ ചിലപ്പോൾ ചെറിയ ഉണ്ണികളൊക്കെ ഉള്ള കാരണം നന്നായി ഫ്ലീറ്റ് ഇട്ട് തേച്ച് മടക്കി ഉടുക്കാൻ സമയം ഉണ്ടാവില്ല. ചിലപ്പോൾ ഉടുക്കാൻ അറിയാത്തവരുണ്ടാവും. ഇപ്പോൾ അവർക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇത് നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. നമുക്ക് സാരി ഫ്ലീറ്റ് ഇട്ട് കൊടുക്കുക എന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇതൊരു വരുമാന മാർഗമാക്കി മാറ്റാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ബെറ്റർ കാര്യമായിരിക്കും. അതിൻ്റെ കൂടെ വേണം നമുക്ക് തേച്ച് ഇപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ ഇപ്പോൾ മുണ്ടൊക്കെ വെള്ളമുണ്ടൊക്കെ എന്നെ സംബന്ധിച്ച് തേക്കാന്ന് പറഞ്ഞാൽ ഭയങ്കര പാടുള്ള കാര്യമാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അരിഭാഗം എന്താ പറയുക കര തേച്ചെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതെന്തെങ്കിലും ടിപ്പുണ്ടോയെന്ന് അറിയില്ല നമുക്ക് പെട്ടെന്ന് തേച്ചെടുക്കാൻ വേണ്ടി. പക്ഷേ ഞാൻ ആദ്യം മുണ്ട് തേക്കുമ്പോൾ കരയാണ് തേക്കുക, കര തേച്ച് കണ്ടിട്ട് പിന്നെ ബാക്കി തേക്കുക. അപ്പോൾ അതൊക്കെ നമുക്ക് തേച്ച് തരാൻ അതൊരു ബിസിനസ്സാക്കി ഉള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കതൊരു ഹെൽപ്പാണ്. അപ്പോൾ അങ്ങനെ നമുക്ക് അതിൻ്റെ കൂടെ ആ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം. മുണ്ട് തേച്ച് കൊടുക്കുക, അല്ലെങ്കിൽ നമുക്ക് സാരിയുടെ ഫ്ലീറ്റ് ഇട്ട് കൊടുക്കുക. ആ ഒരു ബിസിനസ് മാത്രമായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നത് ഞാൻ പറഞ്ഞ ആശയം നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലായെന്നറിയില്ല. വാവോടെ വാശി പിടിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ ധൃതി പിടിച്ച് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആർക്കെങ്കിലും
ഇങ്ങനെ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം എന്ന് ആഗ്രഹമാണെന്നുണ്ടെങ്കിൽ എൻ്റെ നമ്പർ ഞാൻ കൊടുത്തിട്ടുണ്ട്, കോൺടാക്ട് ചെയ്യുക. ഞാനല്ലാട്ടെ നിങ്ങൾക്ക് വർക്ക് തരുന്നത്, പക്ഷേ എനിക്ക് പറ്റുന്ന കാര്യം നിങ്ങൾക്ക് ഒരു പോസ്റ്റർ വേണമെങ്കിൽ ഉണ്ടാക്കി തരാം ഈ ബിസിനസ്സിനെ പറ്റി, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഐഡിയാസ് ഷെയർ ചെയ്ത് തരാൻ പറ്റും. പിന്നെ ദയവേത് ഞാൻ ഈ പറഞ്ഞ ഈ ബിസിനസ് ചെയ്യണം, ആത്മാർത്ഥമായിട്ട് ഇഷ്ടമുണ്ട്, ഈ ഒരു ബിസിനസ്സായിട്ട് മുന്നോട്ട് പോകണം, എനിക്കിത് ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ ആവും എന്ന ആഗ്രഹമുള്ളവർ മാത്രം വിളിക്കുക കേട്ടോ. കുറേ പേര് വിളിച്ചു കഴിഞ്ഞാൽ എനിക്ക് ചെറിയ ഉണ്ണയൊക്കെ ഉള്ളതാണ്, അപ്പോൾ എൻ്റെ സമയം പോവും, നിങ്ങളുടെയും സമയം പോവും. അപ്പോൾ ഈ ഒരു ബിസിനസ് ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവർ എന്നെ വിളിക്കണം എന്ന് നിർബന്ധമല്ല. നിങ്ങൾക്ക് സ്വന്തമായിട്ട് യൂട്യൂബിലൊക്കെ നോക്കി സാധ്യതകളൊക്കെ നോക്കി നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇനിയിപ്പം എന്തെങ്കിലും ഹെൽപ്പ് എൻ്റെ വേണമെന്നുണ്ടെങ്കിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യുക. അപ്പോൾ ഒരുപാട് ചേച്ചിമാർ ചെയ്ത് വിജയിപ്പിച്ചിട്ടുള്ള കാര്യമാണ് കേട്ടോ, നമുക്ക് യൂട്യൂബിലൊക്കെ നോക്കി അറിയാം. പിന്നെ ചെറിയ രീതിയിലുള്ള ഈ ഫാഷൻ ഡിസൈനിങ് അല്ല, ഈ ബ്യൂട്ടീഷ്യൻ കോഴ്സൊക്കെ പഠിച്ച ചേച്ചിമാരൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അവരൊക്കെ വീട്ടിലിരുന്ന് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു അവർക്കൊക്കെ ഈ ബ്യൂട്ടീഷ്യൻ കോഴ്സിൻ്റെ കൂടെ സാരി വെയർ ചെയ്യാനൊക്കെ നല്ല രീതിയിൽ പഠിപ്പിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. ഇപ്പോൾ ബ്യൂട്ടീഷ്യൻ കോഴ്സ് ഒന്നും പഠിച്ചില്ല എന്നുണ്ടെങ്കിലും നിങ്ങൾക്കും നന്നായിട്ട് സാരി പ്ലീറ്റ് ഇട്ട് തേച്ച് വൃത്തിയാക്കാൻ കഴിവുള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഈ ഒരു ഐഡിയ പറയാനാണ് ഞാൻ വീഡിയോയിൽ വന്നത്. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.